ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ 5 തരം ലെമണിനെ കൊണ്ടുള്ള നല്ല 5 തരം ഡ്രിങ്കാണ്. നമ്മൾ കളറുകളോ ഒന്നും ചേർക്കാണ്ട് നമ്മളെ അടുക്കളയിലുള്ള ചെറിയ ചെറിയ ചേരുവകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന അടിപൊളി 5 ഡ്രിങ്കുകളാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനും ഒന്ന് കണ്ടു നോക്കേണ്ടി, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, സപ്പോർട്ട് ചെയ്യേണ്ടി, നിങ്ങളെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഫ്രണ്ട്സിനും ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ആവശ്യമായിട്ട് ഞാൻ 3 വലിയ ചെറുനാരങ്ങേൻ്റെ നീര് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ ചെറുനാരങ്ങയാണ്. അതിൻ്റെ 3 ചെറുനാരങ്ങേൻ്റെ നീരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കൈപ്പിടി നിറയെ കസ്കസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഒഴിച്ച് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര നമുക്ക് ഉപയോഗിക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ലെമൺ ഡ്രിങ്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തണുത്ത ഒരു ഗ്ലാസ് വെള്ളമാണ്. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ വേണം കേട്ടോ ഇതെല്ലാം അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ശേഷം അരിപ്പയിൽ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്കുകളാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചിട്ട് വേണം എല്ലാ ഡ്രിങ്കും നമുക്ക് കുടിക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു തരിതരിപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്ന എല്ലാ ജ്യൂസുകളും ഇതുപോലെ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. ശേഷത ഇതുപോലെ ഞാൻ 2 ടേബിൾ സ്പൂണ് കസ്കസ് വെള്ളത്തിൽ കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസൊക്കെ നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്. നോമ്പ് സമയത്തൊക്കെ കസ്കസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇതും നമുക്ക് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീര് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും ചെറിയ പീസ് ഇഞ്ചിയും വളരെ ചെറിയൊരു പീസ് പച്ചമുളകും 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ അടിച്ചെടുക്കണം. ശേഷം ഇതുപോലെ അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇതാ നമ്മൾ രണ്ടാമത്തെ ഡ്രിങ്കും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്കസ് ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി മിക്സാക്കി മാറ്റി വെക്കാം. ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ ഡ്രിങ്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ബീറ്റ്റൂട്ടാണ്. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി പുതിന, ഒരു ചെറിയ പീസ് പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള മിൻറ്റ് ലൈം തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമ്മൾ മിൻറ്റ് ലൈം അടിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് അപ്പം തന്നെ അടിച്ച് കുടിക്കുന്നതാണ് നല്ലത്. അടിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കയ്പ്പ് രുചി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യമില്ല വെച്ചാൽ ആ സമയത്ത് ഇതുപോലെ ഫ്രഷ് ആയിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇനി അടുത്തത് നമുക്ക് തയ്യാറാക്കുന്നത് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ ഒരു 1.5 കൈപ്പിടി ഇതുപോലെ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടിയും ഇത്രയും തേങ്ങ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു ചെറിയൊരു പച്ചമുളകും, ചെറിയ പീസ് മാത്രമാണ് കേട്ടോ, വളരെ ചെറിയ പീസ് പച്ചമുളകും, ഇതുപോലെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്തതിന് ശേഷം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ ലൈം തയ്യാറായിട്ടുണ്ട്.
ഓരോന്നും ഒന്നിനൊന്നിന് മെച്ചം എന്ന് പറഞ്ഞില്ല, എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതാണ് കൂടുതൽ ടേസ്റ്റ്, അതാണ് കൂടുതൽ ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒരുപോലെ നല്ല ടേസ്റ്റിലാണ്, നല്ല ഫ്ലേവറാണ്. നിങ്ങൾ എന്തായാലും ഓരോന്നും തയ്യാറാക്കി നോക്കണ്ടേ. നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വലിച്ചു കുടിക്കാൻ ഒരു പൂതിയാണല്ലോ. പാലിനേക്കാൾ ഇതുപോലെ വെള്ളത്തിലുള്ളതാണല്ലോ കൂടുതലും കുടിക്കാൻ തോന്നാം. ഇനി നമുക്ക് അടുത്ത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഇതുപോലെ ചെറുനാരങ്ങയുടെ നീര്, ഒരു 3-4 അല്ലി പുതിന, ശേഷം ഇതുപോലെ 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്ത് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ മാത്രം ഇനി ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് കൊണ്ടുള്ള നല്ല പാല് പോലെയുള്ള ലൈം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ 5 ലൈമും തയ്യാറായിട്ടുണ്ട്. അടിപൊളി ഇഫ്താറിന് പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. 5 ഡ്രിങ്കും സൂപ്പറായിട്ടുള്ള ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കേണ്ടി. പിന്നെ ഇഫ്താറിനൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ അധികം ആൾക്കാർക്ക് ഈ അസിഡിറ്റീൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം ആൾക്കാർ ഇപ്പോൾ ചെറുനാരങ്ങ ഒഴിവാക്കാറുണ്ട് അതിനെ കൊണ്ടുള്ള ഡ്രിങ്ക്. എന്നാലും നമ്മളത് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഭയങ്കര ദാഹമായിരിക്കില്ല ആ സമയത്ത്. അപ്പോൾ ഒക്കെ ഇതുപോലെ നല്ല തണുത്ത വെള്ളത്തിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ നമ്മൾ ബീട്രൂട്ടിൻ്റെ ലൈമ്, ക്യാരറ്റിൻ്റെത്, പുതിനേൻ്റെത്, കോക്കനട്ട് മിൽക്കിൻ്റെത്, മിൽക്ക് മെയ്ഡിൻ്റെതും ഈ 5 ഡ്രിങ്കും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് കാണാം.